നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. എവിടെയായിരുന്നു ഇത്രയും നാളെന്ന് നിരന്തരമായ ചോദ്യങ്ങളാണ്. ആളെ കാണുന്നില്ല, ലൂസ് ടോക്കിൽ ഒരാൾ മാത്രമേ ഇല്ലല്ലോ എന്ന് എല്ലാവരും ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. എവിടെയായിരുന്നു ഇത്രയും നാൾ? 2 മാസമാണ് മാറുന്നത്. 2 മാസം. 2 മാസം. അത് പക്ഷെ വ്യത്യസ്തമായിരുന്നു. ഞാൻ യു കെയിലായിരുന്നു. അതെ. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ വൈഫ് അവധിയെടുത്താണ് മക്കളെ നോക്കുന്നത്, അവിടെ നിന്നത്. അവിടെ നിൽക്കുന്നത്. മക്കളെ അവിടെ കൊണ്ടുവിടാൻ കാര്യം എന്ന് വെച്ചാൽ ഈ പോലീസും സർക്കാരൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ എങ്കിലും പീഡനത്തിന് സ്വസ്ഥരായിരിക്കട്ടെ. ഇരയാവുണ്ടെന്ന് പഠിക്കട്ടെന്ന് മാത്രമല്ല സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഫ്രീ ആവും. അപ്പം പക്ഷേ വൈഫ് അവധി എടുത്തിട്ട് പിള്ളേരെ പഠിപ്പിക്കാതെ പിള്ളേരെ നോക്കുവാണ്. പക്ഷെ അവധി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് 1 മാസം അങ്ങോട്ട് പോകേണ്ടി വന്നു. അത് ഇച്ചിരി നീണ്ടുപോയി. കാരണം എന്നാ വെച്ചാൽ അവധി കിട്ടി, പെർമിഷനൊക്കെ കിട്ടണമല്ലോ. അതെ. എന്ന് മാത്രമല്ല ബ്രിട്ടീഷ് മെൽ അവാർഡിനായിട്ട് വലിയ ഗംഭീര പരിപാടിയായിരുന്നു. വലിയ പരിപാടി. അത് ഞങ്ങളിത് വളരെ നാളുകൾക്ക് മുമ്പ് നടത്തി തുടങ്ങിയതാണ്. 10ാം വർഷമാണിത്. 10 വർഷമല്ല, ശരിക്കും പറഞ്ഞാൽ 2019 ശേഷം 2024 നടക്കുന്നത്. 2020 കോവിഡ് കാരണം ക്യാൻസൽ ചെയ്തു. പിന്നെ കോവിഡിന് 3 കൊല്ലം പോയി. കഴിഞ്ഞ കൊല്ലം അവർ തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തവണ 10ാം വാർഷികാഘോഷം എന്ന നിലയിൽ ഗംഭീരമായി 11 മണിക്ക് തുടങ്ങി രാത്രി 11:45 12 രാവിലെ 11 തുടങ്ങി. തുടർച്ചയായി പ്രോഗ്രാം, 1 മിനിറ്റ് പോലും ഇല്ല. ഇത് മാത്രമല്ല ഈ പ്രോഗ്രാമിൻ്റെ സമയത്ത് മുഴുവൻ ആള്, അത് 11 പറഞ്ഞാൽ 12 ആയപ്പോൾ ഹാള് നിറഞ്ഞു. ഹാളിന് പിറകിലും പരിസരത്ത് എല്ലാം ആളായി. പിന്നെ ഭക്ഷണം എല്ലാം ഉണ്ട്. ഭക്ഷണം കാശ് കൊടുത്ത് കൊടുക്കണം. ഷോസ് ഫ്രീ ആണ്, ബാക്കി കാശ് കൊടുത്തു. എല്ലാം ഫ്രീ ആണ് ഷോ. എല്ലാം നല്ല ക്വാളിറ്റി പ്രോഗ്രാം, തുടർച്ചയായി പ്രോഗ്രാം. മുതുകാടിനൊക്കെ ഭാഗ്യത്തിന് കിട്ടി. നമ്മുടെ അതിഥിയായിട്ടുള്ള സനൂഷയും മമിത ബൈജുവായിരുന്നു. മമിത നമ്മുടെ പ്രേമലുവിൽ നായിക. അപ്പോഴാണ് തലേദിവസം അറിയുന്നത് മുതുകാട് 21-ാം തീയതി വന്നെന്ന്. അപ്പോൾ 22 ഫെബ്രുവരി ഞാൻ വിളിച്ചു. പുള്ളി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം പുള്ളിക്ക് ലണ്ടനിൽ നിന്ന് ഉറക്കളച്ച് വരണമായിരുന്നു. പക്ഷെ പുള്ളി വന്ന് ഗംഭീരം മാജിക്ക് കാണിച്ച് ഗംഭീരമായി. അതെല്ലാം മാത്രമല്ല അവിടുത്തെ മേയർമാരെ, കേംബ്രിഡ്ജ് മേയർ മലയാളി അയാളൊക്കെ വന്നു. പിന്നെ ലെസ്റ്ററിലെ മേയർ, ഗംഭീര പരിപാടി, നിറച്ച് സ്റ്റേജ് ഷോകളും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ 10-200 സംഘാടകരുണ്ടല്ലോ, ഞങ്ങളാരും പ്രസംഗിക്കാൻ പോകത്തില്ല. ഞാനൊക്കെ അവസാന സ്റ്റേജിൽ, അതായത് 9:30 ആയപ്പോൾ മുതുകാട് വന്ന സ്റ്റേജിൽ മാത്രം കയറി 2 മിനിറ്റ് സംസാരിച്ചുള്ളൂ. ആകപ്പാടെ പ്രസംഗങ്ങൾ മുതുകാടിന് മാത്രമാണ് ഒരു 5-6 മിനിറ്റ് കൊടുത്തത്. ബാക്കി എല്ലാവരും, കേംബ്രിഡ്ജ് മേയർ അടക്കം ഞാനടക്കം എല്ലാവർക്കും സ്ട്രിക്റ്റ്ലി 2 മിനിറ്റ് ആയിരുന്നു. ഞാനാ പിന്നെ ഒരു 3 മിനിറ്റ് സംസാരിച്ചു. അങ്ങനെയൊന്നുമില്ല. ബാക്കി പ്രോഗ്രാംസ് ഗംഭീര പരിപാടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാനിങ്ങോട്ട് പോന്നു. നമ്മൾ വീണ്ടും ലൈവായിട്ട് സജീവമായി രംഗത്തിറങ്ങി. പിന്നെ നമ്മുടെ നൂലാമാല കണ്ടല്ലോ, ഒന്നും കയറാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ ലൂസ് ടോക്കിൽ ഇന്നൊരു വേക്കൻസി ഉണ്ടെന്ന് അറിയാം. ഇതെന്താ മറ്റേ രണ്ടുപേരും അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്യാവശ്യമായി പോയി. 2 പേരും ഒരുമിച്ചാൽ മതി. അപ്പം ഞാനില്ലെങ്കിൽ എന്ത് ചെയ്തേനെ ലൂസ് ടോക്ക്? നമുക്ക് സോബിനെ വല്ലതും പിടിച്ചിരുത്തേണ്ടി വന്നു. അല്ല, ഇവനെ പിടിച്ചാൽ മതി. അഖിലിനെ ന്യൂജനാണല്ലോ. അവിടെ നിൽക്കട്ടെ. അപ്പം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം നികേഷാണ്. എം വി നികേഷ് കുമാർ. അതിനകത്ത് ഒരുപാട് തലങ്ങളുണ്ട്. എം വി നികേഷ് കുമാർ എന്തിന് മാധ്യമപ്രവർത്തനം നിർത്തി? ഒന്നാമത്തേത്. 2, അങ്ങേര് CPM-ലേക്ക് പോയിട്ട് എന്ത് പ്രയോജനം? അങ്ങേർക്ക് പ്രയോജനമുണ്ടോ? CPM-ന് പ്രയോജനമുണ്ടോ? നാടിന് പ്രയോജനം? ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ ഈ ഇങ്ങനെയൊരു നമ്മുടെ മാധ്യമപ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്നവർ ആരൊക്കെ? രാജ്മോഹൻ പരിചയം? അയ്യോ, ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ 1954 തിരുക്കൊച്ചി നിയമസഭയിൽ 2 വളരെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകന്മാർ അംഗങ്ങളായിരുന്നു. അത് സാക്ഷാൽ കെ ബാലകൃഷ്ണനും പിന്നെ നമ്മുടെ പി വിശ്വംഭര സാർ. പിന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്നു. ശരി. കൂട്ടത്തിൽ അദ്ദേഹം അന്ന് ഈ രാഷ്ട്രീയം എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ. അദ്ദേഹം വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 60 MLA 54 MLA. പിന്നീട് അദ്ദേഹം 67 MP ആയി വിശ്വംഭര സാറ്. കെ ബാലകൃഷ്ണനാകട്ടെ അത് കഴിഞ്ഞിട്ട് 71 അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് MP ആയി. അമ്പലപ്പുഴ, അന്ന് ആലപ്പുഴ. പക്ഷേ ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത്രത്തോളം തിളങ്ങാൻ കഴിഞ്ഞോ എന്ന് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ചൊരു അസ്തമയ കാലഘട്ടത്തിലാണ് അദ്ദേഹം MP ആയത്. എങ്കിൽ പോലും നമ്മളെ ഏറ്റവും പ്രഗത്ഭരായ പലരും, KC സെബാസ്റ്റ്യൻ സാറ് രാജ്യസഭ അംഗമായിരുന്നല്ലോ. രാജ്യസഭയിലേക്ക് വീണ്ടും പല നോമിനേറ്റ്. നിയമസഭയെ മത്സരിച്ച് മുരളിയൊക്കെ മത്സരിച്ചിട്ട് തോറ്റുപോയി അല്ലേ? അതെ. ലോക്സഭ മത്സരിച്ചു. ONV സാർ മത്സരിച്ച് പരാജയപ്പെട്ടു. മുരളി ആലപ്പുഴ VM സുധീരനോട് പരാജയപ്പെട്ടു. പത്രക്കാരായിട്ട് പിന്നെ വീണ ജോർജ്. അതിന് മുമ്പ് കാര്യമായിട്ട് വന്നില്ല. പിന്നെ വലിയ തോതിൽ അങ്ങനെ വന്നിട്ടില്ല മാധ്യമപ്രവർത്തകർ. ചിലർ രാഷ്ട്രീയം കൂടെ ഉള്ള, രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ചിലർ ആണെന്നേ ഉള്ളൂ. സത്യത്തിൽ പഴയ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരെ പോലെ തന്നെ അവർ വലിയ പണ്ഡിതന്മാരായിരുന്നു എല്ലാ കാര്യങ്ങളും. ഞാൻ ഈ പണ്ടൊക്കെ ശ്രദ്ധിക്കാറ് മാധ്യമപ്രവർത്തകരുടെ ജീവിത പങ്കാളികളൊക്കെ വലിയ സയന്റിസ്റ്റുകളും ഡോക്ടർമാരും അറിയപ്പെടുന്നവരാണ്.
പക്ഷെ ഇന്ന് ഇത് അതിന്റെ വില പോയില്ലേ, ഇന്ന് മാധ്യമപ്രവർത്തനം ആർക്കും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണ്. അതെ അതെ അല്ലേ? അല്ല, നമ്മൾ ചിന്തിക്കുമ്പോഴേ ഇപ്പൊ കെ ബാലകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്തൊരു മൗലിക പ്രതിഭയാണ് അദ്ദേഹം. ഇത്രയും വലിയ കൗമുദി പത്രാധിപരായിരുന്നു. അതിൻ്റെ അച്ഛൻ സി കേശവൻ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്നു, അമ്മാവൻ കേശവന്മാരൻ കേരളാവധിയുടെ തന്നെ പത്രാധിപരായിരുന്നു. അപ്പം അത്രയും വലിയൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു നല്ല ജന്മനാ പോലെ ഒരുപാട് കഴിവുള്ള മനുഷ്യൻ. പിന്നെ കണിയാവൂരൻ രാമേന്ദ്രൻ, കണിയാവൂരൻ പാർട്ടിക്കാരനുമായിരുന്നല്ലോ തീർച്ചയായും. പക്ഷേ കണിയാവൂരൻ രാമേന്ദ്രൻ മത്സരിച്ചു. അത് നെടുമങ്ങാട് MLA ആയിരുന്നു 77. കണിയാവൂരം ഞങ്ങൾ നെടുമങ്ങാട് MLA ആയിരുന്നു 77. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കെ ബാലകൃഷ്ണനും കണിയാപുരാണെങ്കിൽ തന്നെ അവരുടെ പ്രതിഭ അവർ കളഞ്ഞു വിളിക്കുകയായിരുന്നു. സത്യമായ വിഷമത്തോടെ നമ്മൾ അത് അത്തരം പ്രശ്നങ്ങൾ അവരെ ബാധിച്ചത്. അതല്ലായിരുന്നെങ്കിൽ വലിയ സംഭാവന അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ വിജയിച്ച ആള് യഥാർത്ഥത്തിൽ വീണ ജോർജാണ്. അതെ 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 അതെ. വീണ 2016 നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത്, എനിക്ക് വീണയായിട്ടും നികേഷുമായിട്ടും നല്ല അടുപ്പമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒന്ന് മത്സരിക്കുമ്പോൾ അന്ന് രണ്ടുപേർക്കും എതിരായിരുന്നു ഈ മീഡിയ ഫെറ്റേണിറ്റി. അതെ, രണ്ടുപേർക്കും എതിരായി. കാരണം അസൂയായിരുന്നിരിക്കാം. ഞാൻ കട്ടയ്ക്ക് പിന്തുണച്ചിരുന്നു വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഞാൻ പോയിട്ടുണ്ട്. കാരണം വീണ അന്ന് ന്യൂസ് ടി വി നൗ അങ്ങനെ കണ്ട് ചാനലിന്റെ CEO കണ്ടായിരുന്നു, അല്ലെ എഡിറ്ററും കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ വീണയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ വലിയ എതിർപ്പുണ്ടായപ്പോൾ വീണ മത്സരിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് ഞാൻ അവരെ സഭാപ്പിയൊക്കെ ആക്കിയായിരുന്നു, സഭയുടെ സഖാവാക്കി അങ്ങനെയൊക്കെ ആയിരുന്നു. ഓർത്തഡോക്സ് സഭയെക്കുറിച്ചൊക്കെ ഓർത്തഡോക്സ് ഞാൻ അത്ര സപ്പോർട്ട് ചെയ്തു. പക്ഷേ അവർ MLA ആയതിനു ശേഷം അവരുടെ സ്വഭാവം അങ്ങ് മാറുന്ന കണ്ട് പിന്നെ മന്ത്രി ആയപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ ഒരു തവണയും കണ്ട് വിളിച്ചിട്ടുള്ളൂ, എടുത്തിട്ടില്ല. അതോടെ അവര് എന്താ പറയണ ഒരു വേറെ ലെവലിലേക്ക് മാറി. അങ്ങനെ ആയിരിക്കുമല്ലോ പലരും കാണും ആ ലെവലിൽ എത്തുന്നതിൻ്റെ പ്രശ്നം. അതേസമയം ചില ആളുകൾ അത് എനിക്ക് തോന്നുന്ന തുടക്കത്തിന് അതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അവാർഡ് നൈറ്റിന് പോയപ്പോൾ മമിത ബൈജുവായിട്ട് പരിചയപ്പെട്ടു. നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും, നല്ലൊരു കൊച്ച്, സിനിമാക്കാരിയാണെന്നൊരു തോന്നൽ. പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ മാറുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ജാടയാണ് സനൂഷ കാണിച്ചത്. അല്ല, സിനിമാക്കാർക്ക് പലർക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ കുറച്ച് കഴിയുമ്പോഴേ ഒരു ഹലൂസിനേറ്റ് ലോകത്തായിരിക്കും. ഞങ്ങൾ എന്തോ ആണ് എന്ന് തെറ്റിദ്ധാരണ ഇവർക്ക് വരും. അതാണ് പ്രശ്നം. അതെല്ലാവർക്കും ഉണ്ട്. ഈ ഞങ്ങൾ വലിയ ആളാണെന്ന് തോന്നുന്ന ഭാഗത്താണ്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം മേയർക്ക് പറ്റിയത് മുഴുവൻ അങ്ങനെയാണ്. ഞാൻ വലിയ സംഭവമാണെന്നുള്ള സാധനം ആരെങ്കിലും വിമർശിച്ച് അവരെ ഫോൺ കണ്ടുപിടിച്ചിട്ട് അവരെ ചീത്ത വിളിക്കുമായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ നിർത്തിയത്. എനിക്ക് പരിചയമുള്ളതൊന്നും പേരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം ഈ നികേഷ് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റി. ഞാൻ പറഞ്ഞു, ആ കാലത്ത് എൻ്റെ കൂടെ ജേർണലിസം പഠിച്ച ആളാണ് അരുൺ ഗോപി എന്ന് പറഞ്ഞു. സമുദായം ഗോപിയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് മുരളി ഗോപിയായിരുന്നു. ഇന്ന് അരുൺ എന്നെ വിളിച്ചത് കഴിഞ്ഞിട്ട്, അല്ല ചേട്ടാ നമ്മൾ ഒരുമിച്ച് പഠിച്ചോ? ഞാൻ പറഞ്ഞു അബദ്ധം പറ്റി ചേട്ടായിട്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, മോശം ചേട്ടാ, എന്നാലും ചേട്ടൻ്റെ പ്രായമുണ്ട് എനിക്കൊന്നും ആളുകൾ കരുതുന്നില്ല. അപ്പൊ പുള്ളി പ്രതിഷേധം മുരളി ഗോപിയാണ്. നമ്മുടെ ഭരത് ഗോപി എന്റെ ജൂനിയർ ബാച്ചിൽ പഠിച്ചത്. അതെ, എന്റെ ജൂനിയർ. എന്റെ ജൂനിയർ. അപ്പൊ നിങ്ങൾ എന്നെക്കാൾ ഒരു വർഷം സീനിയർ, 1-2. അപ്പൊ എന്റെ ജൂനിയറായി പഠിച്ച അന്ന് നികേഷ് കുമാർ എന്റെ ബാച്ചാണ് മുരളി. എന്റെ ജൂനിയറാണ് നികേഷ് കുമാർ. അപ്പൊ ഞാനത് പറയാം. അപ്പൊ നികേഷിന് അന്ന് എനിക്ക് പരിചയമുണ്ട്, വലിയ അടുപ്പമൊന്നുമില്ല. നമ്മൾ MV രാഘവന്റെ മകൻ എന്ന നിലയിൽ കാണുന്നത്. അപ്പോൾ അന്ന് പത്രത്തിൽ പണി കിട്ടാൻ പാടാണല്ലോ. തീർച്ചയായും ആകെപ്പാടെ പത്രമുള്ളൂ. MVR മൂത്തമാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഗിരീഷ് ഏട്ടൻ, MV ഗിരീഷ് കുമാർ PTIലുണ്ട്. അല്ല, പത്രത്തിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ആകെപ്പാടെ ചാനൽ ഏഷ്യാനെറ്റേ ഉള്ളൂ, വേറൊരു ചാനലില്ല. അപ്പം ഏഷ്യാനെറ്റിലൊക്കെ വളരെ കുറച്ച് പേർക്ക് കിട്ടത്തുള്ളൂ. ആ സമയത്ത് ഈ നികേഷിന് ഏഷ്യാനെറ്റിലേക്ക് അപ്പം തന്നെ ജേർണലിസം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ കയറുമ്പോൾ ഞങ്ങളുടെ ഇടയിലൊരു സംഭാഷണം ഉണ്ടായിരുന്നു. രാഘവന്റെ മകനായ. പക്ഷേ അയാൾ അവിടെ ചെന്നിട്ട് ഗംഭീരമായിട്ട് ഷൈൻ ചെയ്തു. ഇവിടെ അപ്പോൾ എനിക്ക് പിന്നെ ആ കാലത്ത് പരിചയമുള്ളത്, ആ കാലത്താണ് എനിക്ക് തോന്നുന്നത് ചണ്ഡീഗഡിലാണ്, പട്യാലയിലാണ്, ഞാൻ മറന്നുപോയി, ഒരു നാഷണൽ ഗെയിംസ് നടന്നു. അന്ന് ഏഷ്യാനെറ്റിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നത് നികേഷ് ഡൽഹിയിലായിരുന്നു. അങ്ങനത്തെ ആയിരിക്കാം, നികേഷാണ്. ദീപികയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ഞാനായിരുന്നു, സ്പോർട്സിൻ്റെ. അപ്പോൾ ആ കാലത്ത് ഈ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും നമ്മൾ ഈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ പരസ്പരം ഒരു അടുപ്പുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ ആ ഒളിമ്പിക്സിനൊക്കെ പലപ്പോഴും പോയപ്പോഴും പലരുമായിട്ട് നമ്മുടെ അനിൽ രാധാകൃഷ്ണൻ, നമ്മുടെ മനോരമയുടെ ഇപ്പോൾ കോഴിക്കോടേക്ക് മാറി പ്രസിഡന്റ് അനിൽ രാധാകൃഷ്ണനൊക്കെ, ഞാൻ അനിലൊക്കെ ഒരു ഒളിമ്പിക്സ് റിപ്പോർട്ട്, ലണ്ടൻ ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബുസാൻ ഏഷ്യൻ ഗെയിംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടുപ്പൊക്കെ ഉണ്ടാവും. எனவே ഇദ്ദേഹം ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലിലൂടെയാണല്ലോ. അതെ, ഞാൻ ആ ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് തീർച്ചയായും. കാരണം 2001 GN TV തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളൊക്കെ GN TV ഫസ്റ്റ് ബാച്ച്, ആദ്യം എടുത്ത തുടക്കക്കാരെ, അത് സ്ഥാപക നേതാക്കൾ എന്ന് പറയാന്നുള്ളവരായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ തിരക്കില്ലാതെ പോകുന്ന സമയത്ത് 2003 എൻ്റെ ഓർമ്മ
ഇന്ത്യ വിഷൻ തുടങ്ങുന്നത്. അന്ന് ഞങ്ങളെ കൂടെ ജോലി ചെയ്തത് 2003 അതെയോ? അതെ 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 2003 ആണ് ഞാൻ ജോലി. അതെ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഭഗത്ത് അറിയാലോ, പിന്നെ ഇന്ത്യ ചന്ദ്രശേഖർ, പിന്നെ ഒരുപാട് വീഡിയോ എഡിറ്റേഴ്സ്, അല്ല മിടുക്കന്മാരായ കുറേ പേര് PCR ഉണ്ടായിരുന്ന ഒരുപാട് പേര് അന്ന് അങ്ങോട്ട് പോയി, അതിലത്തേക്ക് പോയി. അപ്പോൾ ഓഫർ ഇല്ലായിരുന്നോ? ഓഫർ അല്ല, നമ്മളങ്ങനെ ശ്രമിച്ചില്ല. കാരണം നമ്മളിവിടെ എല്ലാവരും നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളെ റെജി എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഒരു രസമുള്ളൊരു കൂട്ടായ്മയായിരുന്നു. അപ്പോൾ നമ്മളത് അന്ന് അങ്ങോട്ട് ശ്രമിച്ചില്ല. മാത്രമല്ല നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ഈ ഫുൾ ടൈം ന്യൂസ് ചാനൽ എത്രത്തോളം നമ്മുടെ നാട്ടിൽ സക്സസ് ആകുമെന്ന് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അവരെ നടത്തി കാണിച്ചു എന്നുള്ളിടത്താണ് ഭംഗിയായിട്ട്. അതിന് മാത്രമുള്ള സ്റ്റഫ് നികേഷിനുണ്ടെന്ന് നമ്മൾ ആർക്കെങ്കിലും അറിയായിരുന്നു അന്ന്? അതെ, ഇല്ലേ? തീർച്ചയായും. നികേഷിന്റെ ഒരു സ്റ്റഫ് ആളുകൾ തിരിച്ചറിഞ്ഞത്, അതിൽ നമ്മൾ ഡോക്ടർ മുനീറിനെ സമ്മതിക്കണം. തീർച്ചയായും. അദ്ദേഹത്തിൻ്റെ ചോയ്സ് ആൻഡ് ഡിസിഷൻ. മാത്രമല്ല ഇന്ത്യ വിഷൻ, ഞാനെപ്പോഴും പറഞ്ഞ ഇന്ത്യ വിഷൻ നമ്മുടെ മാധ്യമ രംഗത്തൊരു വലിയ മാതൃകയാണ്, സമാനതകളില്ലാത്ത മാതൃകയാണ്. തീർച്ചയായും. കാരണം കാശ് മുടക്കിയിരിക്കുന്ന ആള് അയാളുടെ പ്രസ്ഥാനത്തിനെതിരെ വാർത്ത കൊടുക്കുക, മുനീറിനെതിരെ. അയ്യോ, അന്ന് എന്തൊരു പ്രശ്നമായിരുന്നു ഈ ഐസ്ക്രീം പാർലർ കേസ് വന്നപ്പോഴേ. മുനീർ എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു. അന്ന് വിമാനത്താവളത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വിദേശത്ത് നിന്ന് വരുമ്പോൾ അവിടെ റിസീവ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ എന്തൊരു ബഹളമായിരുന്നു നടന്നു. അന്ന് ജീവണ്ടിയിൽ ഞങ്ങൾ റിപ്പോർട്ടറൊക്കെ എല്ലാം തന്നെ കിട്ടി. ദീപയ്ക്ക് അടി കിട്ടി. ദീപ അന്ന് ഏഷ്യാനെറ്റില്ല. അതെ അതെ. എനിക്ക് വന്ന അവസാനം ഇവിടെ പ്രഷർ കാരണം ഈ പെങ്കൊച്ചിനെ അവർ കൊടുത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അവരെ ഏഷ്യാനെറ്റ് പോയി. അല്ല, മുനീറിന്റെ ജീവിതം ഇത്രയും ദുരിതപൂർണമായത് ഇന്ത്യ വിഷൻ കാരണം. രാഷ്ട്രീയ ഭാവി ജീവിതത്തെ എല്ലാം രാഷ്ട്രീയ ഭാവി എന്നല്ല, അദ്ദേഹം സാമ്പത്തിക ബാധ്യതകളായി ഒരു കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരുള്ളതാണ് ഡോക്ടർ മുനീർ. പക്ഷെ അദ്ദേഹം ഇന്ത്യ വിഷൻ തുടങ്ങി, എഡിറ്റോറിയൽ സ്വാതന്ത്ര്യത്തെ ഇടപെടത്തില്ല എന്ന് പറഞ്ഞു. ഇവന്മാരെ ബഷീറും നികേഷും ഒക്കെ അല്ലേ, ഇവന്മാരത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്ഥിരമായിട്ട് മുസ്ലിം ലീഗിന്റെ വാർത്ത കൊടുത്തു. പുള്ളി പെട്ടുപോയി. MD വാസുദേവൻ നായരായിരുന്നല്ലോ ഇതിന്റെ ഒരു മുഖ്യ ഒരു ചെറുപ്പം പദവിയില്ല, അത് വലിയ പദവി അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം നമുക്ക് വലിയൊരു അത്ഭുതമായിരുന്നു MD ഒക്കെ വരിക എന്ന് പറയുമ്പോഴേ. വലിയ കാര്യമല്ലേ ഇത്? അല്ല, മുനീർ സാറിനുള്ളവരെടുപ്പോ. അതെ, തീർച്ചയായും. അതാണ് അതുകൊണ്ട്. പക്ഷെ അന്നൊന്നും ഇപ്പോഴും അതിൻ്റെ ബാധ്യതകൾ ഇപ്പോഴും പുള്ളിക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഈ ഇന്ത്യ വിഷൻ തുടങ്ങി വെച്ച ബാധ്യതകൾ ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയാണ്. സാമ്പത്തിക ബാധ്യതകൾ, ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും ഇന്ത്യ വിഷൻ പുനരുജ്ജീവിപ്പിക്കണം എന്ന് ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു നല്ലതാണ് അങ്ങനൊരു മീഡിയ. കാരണം ഇന്നേ വരെ നമ്മുടെ നാട്ടിൽ ഇത്രയും നിഷ്പക്ഷവും സത്യസന്ധമായ ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാവരും ഏതെങ്കിലും പക്ഷം പിടിക്കുമ്പോൾ ഇത്രയും സത്യസന്ധമായ നിലപാട്. വാസ്തവത്തിൽ ഇന്ത്യ വിഷന്റെ ഒരു ഡിജിറ്റൽ വേഷനാണ് മറുനാടൻ. അതെ, ഇന്ത്യ വിഷന്റെ ഡിജിറ്റൽ വേഷനാണ് മറുനാടൻ. തീർച്ചയായും അതിനൊരു തുടർച്ചയാണ് മറുനാടൻ. പക്ഷേ കടബാധ്യതകൾ കിടക്കുന്ന കാരണം അത് വലിയ പാടാണ്. കാരണം ആകെപ്പാടെയുള്ള അസറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഈ ട്രേഡ് മാർക്കാണ്. അതെ, ഈ ഇന്ത്യ വിഷന്റെ ട്രേഡ് മാർക്ക് പേരാണ്. അപ്പം അതുകൊണ്ട് പാടായിരിക്കും. അതിന്റെ പിതാവ് CH സംബന്ധിച്ചെങ്കിൽ അദ്ദേഹവും പൈസ ഒന്നും ഉണ്ടാക്കിയ ആളെന്നായില്ല രാഷ്ട്രീയത്തിൽ ഒരിക്കലും. പക്ഷേ അദ്ദേഹവും കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ കൂടെ കടന്നു ഒരാളാണെന്നാണ് നമ്മൾ കേട്ടത്. അവിടെ നിന്നാണ് പുള്ളി സ്വന്തം റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയത്. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ മാതൃഭൂമി ആഴ്ചപ്പതിൽ വന്നിരുന്നു. ഓർമ്മയുണ്ടത്. ഈ മാതൃഭൂമി ആഴ്ചപ്പതിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വാസ്തവത്തിൽ നമ്മളെ പ്രതി മറുനാടൻ മലയാളത്തിന് ഇത് എനിക്ക് 2012 13 കണ്ടൊന്നും അദ്ദേഹം പോകുന്നത് 2011 റിപ്പോർട്ടറിലേക്ക് പോകുന്നത്. അതെ. അപ്പം മറുനാടൻ അന്ന് നല്ല കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്. അന്ന് ഒരുപാട് മാധ്യമപ്രവർത്തകർ, നമ്മുടെ PT നാസർ, PK പ്രകാശൊക്കെ ഇയാളുടെ കൂടെ പോയി. അന്ന് മധു നമ്മുടെ KV മധുവിനെ പിന്നീട് ഏഷ്യാനെറ്റിലെ ചിത്രം വിചിത്രമൊക്കെ ചെയ്തു, പൊളിട്രിക്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത്. KV മധു അന്ന് നമ്മുടെ ന്യൂസ് എഡിറ്ററാണ്. ഈ റിപ്പോർട്ടർ തുടങ്ങുമ്പോൾ മധുവിനെ അന്ന് PT നാസർ കൊണ്ടുപോയി റിപ്പോർട്ടറിലേക്ക്. പക്ഷെ റിപ്പോർട്ടർ ഒരിക്കലും ക്ലിക്കായില്ല. ഇന്ത്യ വിഷന്റെ ഒരു ആവേശവും ഇതൊക്കെ ഉണ്ടെങ്കിൽ റിപ്പോർട്ടർ ഒരിക്കലും ക്ലച്ച് പിടിച്ചില്ല. കാരണം എന്തോ കാരണത്തെ ക്ലച്ച് പിടിച്ചില്ല. ഇന്ത്യ വിഷന്റെ കണ്ടന്റ് അപാരമായിരുന്നു കേട്ടോ. എന്തോ റിപ്പോർട്ടർ ഇവരെല്ലാം പോയി. പിന്നീട് PK പ്രകാശും PT നാസറും ഒക്കെ പിണങ്ങിപ്പോയി. ഒടുവിൽ മധു അവിടെ ഏഷ്യാനെറ്റിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു അവിടെ പിന്നെ ആരും ഇല്ലാത്ത അവസ്ഥയായി. MB ബഷീർ പിന്നീട് കുറച്ചു കാലത്തേക്ക് വന്നിട്ട് പിന്നെ പോയി. ബഷീർ ഉണ്ടോ ഇപ്പം എനിക്കറിയില്ല. ഇല്ല അതേ വേറെയാണ് ഇപ്പം. അങ്ങനെ എല്ലാം വന്നിട്ട് അങ്ങേരെ ബാധ്യതകൾ കയറി മുടിഞ്ഞൊരവസ്ഥയിലെത്തി ഈ നികേഷ് കുമാർ. അപ്പോൾ പിന്നെ അദ്ദേഹം വിൽക്കാൻ തീരുമാനിച്ചു. കിട്ടുന്ന പണം കൊണ്ട് തല ഉരുക എന്നില്ല. കാരണം ഇത് നന്നാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വിൽക്കാൻ പ്രശ്നങ്ങൾ. കാരണം ഈ ചാനൽ തുടങ്ങുമ്പോൾ പുള്ളി ഒരു ഫോർമുല ഉണ്ടാക്കിയിരുന്നു. ആർക്ക് വേണമെങ്കിലും നിക്ഷേപിക്കാം. നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 50,000 രൂപ നികേഷിൻ്റെയാണ്.
അങ്ങനെ അതിന് ഫോർമുല. അങ്ങനെ ഫോർമുലയുണ്ട്. ആരുടെ ഫോർമുല. പുള്ളി ഒരു രൂപ പോലും മുടക്കിയില്ല. അപ്പം നമ്മുടെ അസർ ഹോംസാണ് ആദ്യം മുടക്കിയ ഒരാൾ. പിന്നെ നമ്മുടെ മൻസൂർ ചിക്കൻ മൻസൂർ മുടക്കി. നമ്മുടെ മമ്മൂട്ടിയുടെ സുഹൃത്തായ ജോബി ജോർജ് ഉണ്ടല്ലോ, അതെ, സിനിമാ നിർമ്മാണം, ജോബി. ഇതെല്ലാം ആണെങ്കിലും ലാലിയ എന്ന് പറഞ്ഞ തൊടുപുഴക്കാരിയായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ അസറ്റ്. ആ ലാലിയ എന്ന് പറഞ്ഞാൽ ഈ DCC പ്രസിഡന്റ് CP മാത്യുവിൻ്റെ ഭാര്യ. അപ്പം ലാലിയ എനിക്കൊന്ന് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട എന്തോ പോസ്റ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ ജീവൻഡിയിലുള്ളപ്പോൾ ഞങ്ങൾ അതിൻ്റെ അവസാന സമയത്ത് കുറച്ചാൾ അവരവിടെ വർക്ക് ചെയ്തിരുന്നു ബ്യൂറോയിൽ. ബ്യൂറോയിലായിരുന്നു, അത് മാനേജറായിരുന്നു. അങ്ങനെ എന്തോ തിരുവനന്തപുരത്താണ് അവർ ജീവൻഡിയിൽ ഓഫീസിൽ റിപ്പോർട്ടിങ്ങിലായിരുന്നു തോന്നുന്നു. ആ ലാലിയയുടെ ഹസ്ബൻഡിന് ഒരുപാട് സ്വത്തുക്കളുണ്ട്, ഒരുപാട് എസ്റ്റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എസ്റ്റേറ്റ് പണയം വെച്ചിട്ടാണ് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇവർക്ക് കോടികൾ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായി, ഈ ലോണും ഈ ബാധ്യതയേറ്റതിൻ്റെ ഭാഗമായി നല്ല തോതിൽ ഷെയർ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ലാലിയ വിശ്വാസം കാരണമൊന്നും ചെക്ക് ചെയ്തില്ല. പക്ഷേ ലാലിയ കബളിപ്പിക്കപ്പെട്ടു. ലാലിയയുടെ കണക്കനുസരിച്ച് ലാലിയയ്ക്ക് എൻ്റെ 10-20% ഷെയറുണ്ട്. പക്ഷേ ലാലിയയ്ക്ക് പേപ്പറിൽ 1% കണ്ടുള്ളൂ. അപ്പോൾ പിന്നീട് അത് കേസായി, പ്രശ്നമായി. ലാലിയ കമ്പനിക്കാരി ട്രിബ്യൂണലിൽ പോയി ചീറ്റിങ്ങിന്, ലാലിയയുടെ ഒപ്പിട്ട് കൊടുത്താണ് മാറ്റി ചീറ്റിങ്ങിന് കേസ് തൊടുപുഴ കോടതി പോയി. അങ്ങനെ വലിയ ഗുരുതരമായ പ്രശ്നമുണ്ടായി. ഇതിനിടയിലാണ് നമ്മുടെ മുട്ടിൽ മരംകുറി ടീംസ് എത്തുന്നത്. ഈ മുട്ടിൽ മരംകുറി ടീംസിൻ്റെ സാമ്പത്തിക സ്രോതസ് ഭയങ്കര സംശയാസ്പദമാണ്. പക്ഷെ അവരെ ആരും തൊടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വളരെ പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ടെന്ന്. കാരണം എനിക്കറിയാവുന്ന കാര്യം, ഇവർ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഇവർ മാംഗോ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് രംഗത്ത് തോന്നുന്നു. വലിയ പരസ്യക്കാരല്ല, വലിയ പരസ്യം. എല്ലാ പത്രം 1-ാം പേജിലുണ്ട്. അപ്പോൾ ഈ എല്ലാ പത്രം 1-ാം പേജിൽ മാംഗോ ഫോൺ. എന്നെ ഞെട്ടിച്ചത് കേരളത്തിലെ ഏറ്റവും ബഹുമാന്യനായ ബിസിനസ് റിപ്പോർട്ടർ P. കിഷോറാണ്. അതെ, മനോരമയിലെ കിഷോർ. P. കിഷോർ വരെ ഇതൊരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിരുന്നു. മീഡിയ വണിൽ സ്പെഷ്യൽ ബുള്ളറ്റിൻ എല്ലായിടത്തും വന്നു. ഇവർ പറയുന്നത് എന്താണെന്നറിയാമോ? ആപ്പിളിനും അന്നത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ആപ്പിളും മറ്റേ സാംസങ്ങുമാണ്. സാംസങ്ങിൻ്റെ എന്തോ ഒരു പുതിയ സീരീസ്. ഈ ആപ്പിളിനും സാംസങ്ങിനും ബദലായി ഒരു മലയാളി മൊബൈൽ കമ്പനി തുടങ്ങുന്നു. നമുക്ക് വിശ്വസിക്കാം, കാരണം കേരളത്തിൽ ബിസിനസ് സംരംഭം ഇല്ലാതിരിക്കുമ്പോൾ അതെ ആപ്പിളും സാംസങ്ങൊക്കെ കോടിക്കണക്കിന് അവർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം, അതിന് രണ്ടും ബദലായി കൊടുക്കുന്നു. ചൈനയിൽ അവർക്ക് ഏതാണ്ട് 10,000 കോടിയുടെ ഫാക്ടറി ഉണ്ടെന്നും, കൊറിയയിൽ, ദക്ഷിണ കൊറിയയിൽ 3,000 കോടി മുടക്കി റിസർച്ച് സെൻറ്റർ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ വാർത്തകൾ 1-ാം പേജിൽ പരസ്യം. അമിതാഭ് ബച്ചൻ, സച്ചിൻ ടെണ്ടുൽക്കർ ബ്രാൻഡ് അംബാസഡർ. ഐ വാസ് ഷോക്ക്. ഈ പരസ്യം വന്ന സമയത്ത് എന്നെ ഒരാൾ വിളിക്കുക, നമ്മുടെ മേസേഴ്സ്, ഇന്നത്തെ പത്രം. ഞാൻ പറഞ്ഞു, ഭയങ്കര അവൻ ആരാ, ടീംസ് ആരാ? അവൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പറ്റിച്ചതിൻ്റെ കഥ, ബാങ്കുകളെ പറ്റിച്ചത്, ഇയാൾക്ക് ലുക്കൗട്ട് നോട്ടീസ് ഉള്ളത്, ഇയാളുടെ പേരിൽ കേസും ഡീറ്റെയിൽസും എടുത്തു വന്നിട്ട് പറഞ്ഞു ഇവൻ പാപ്പരാണ്, 5 പൈസ പോലും ഇല്ല, ഇതെന്തോ ഊടാന്ന് പറഞ്ഞു. ഇത് ഫ്രാഞ്ചൈസ് മേടിക്കാനുള്ള ഊടാണ്. ചൈനയിൽ പോയി ഈ മാംഗോ ഫോൺ പറഞ്ഞ് ഫോൺ പ്രിൻ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ഫ്രാഞ്ചൈസും എടുത്ത് പൈസ കളക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇയാളുടെ വിശദാംശങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴല്ലോ ഒരു പീഡന കേസ് വരെയുണ്ട്. ഞാൻ ആ പീഡന കേസിൽ ഇരയായ പെണ്ണിനെ വിളിച്ചു, അവൾ പൊട്ടിക്കരയുവാണ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം കാനറ ബാങ്കിന് അവിടെ ഇവിടെ നമ്മൾ സീരീസ് ഓഫ് വാർത്തകൾ. എന്നിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം മുമ്പോട്ട് പോവുക, ഒരു രക്ഷയില്ലാതെ മുമ്പോട്ട് പോവാണ്. അന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയി. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോയ അന്ന് ഇവന്മാർ കാനറ ബാങ്കുകാർ പോലീസിനെ കൊണ്ടുവന്ന് ഇതിലൊരുത്തനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഈ ഉദ്ഘാടനത്തിൻ്റെ അന്ന് അത് പിന്നെ പൊളിഞ്ഞു പോയി. അപ്പോൾ ഇവന്മാർ പിന്നീട് എല്ലാം പല പോലീസിനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസ്, വയനാടുകാരന്മാർ ഒരുപാട് കേസുകളും തരികടയായി. പിന്നെ ഇവന്മാരെ കുറിച്ചൊരു വിവരമില്ല. കുറേ കാലം എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് പിൻവലിച്ചു. ഇപ്പോൾ പുതിയ കേസ് എന്തോ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് മുട്ടിൽ മരമുറിയിലാണ്. മുട്ടിൽ മരമുറി കേസിലാണ് ഇവന്മാർ. പക്ഷേ അതിലവർ കോടികൾ ഉണ്ടാക്കി. ആ കേസ് സർക്കാരിനെ സ്വാധീനിച്ച്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തെളിവുകളെല്ലാം ഇല്ലാതാക്കി അതിൽ നിന്ന് കാശ് ചെയ്യുന്ന ആത്മവിശ്വാസത്തിന് മുമ്പോട്ട് പോകുന്നത്. ഈ മുട്ടിൽ മരമുറിയിലെ കാശൊന്നുമല്ല, അല്ലാതെ എന്തോ ദുരൂഹമ ഇടപാടുണ്ട്. ആ ദുരൂഹമ എല്ലാവർക്കും BJP ഒക്കെ ബന്ധമാണ്. എല്ലാ പാർട്ടിക്കാരും BJPയോടും CPM കോൺഗ്രസും ബന്ധമാണ്. അവൻ ദുരൂഹമായിട്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ വാങ്ങിയത്. റിപ്പോർട്ടർ ചാനൽ പോലെ നഷ്ടത്തിൽ പോകുന്ന വലിയ ബാധ്യതയുള്ള ഒരു സ്ഥാപനം അത്ര എളുപ്പത്തിൽ ആർക്കും ബിസിനസ് നിന്ന് വാങ്ങാൻ പറ്റും. പക്ഷേ വാങ്ങിയത് മാത്രം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. കാരണം ആ സ്റ്റുഡിയോ ഒക്കെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആയി മാറി. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്ന് മാത്രമല്ല, ഈ ആദർശം പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരെല്ലാം കൂട്ടത്തോടെ അങ്ങോട്ട്, സ്മൃതി പരുത്തിക്കാട്, അരുൺകുമാർ, ഇവരൊക്കെ എന്താണ് ബ്രാഹ്മണിക്കൽ ഹെജിമണിയൊക്കെ പറഞ്ഞ ടീംസ് എല്ലാം കൂടെ. അപ്പം ഞാൻ അന്വേഷിച്ചു ഇതെന്താണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇപ്പോഴും നമുക്കിതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ചേർത്തില്ല. ഇതിനിടയിൽ ഇവർ 2 ഹോട്ടലുകൾ, എറണാകുളത്തെ ഹോളിഡേ ഇന്ന്
തിരുവനന്തപുരത്തെ ലീ മെറിഡേൻ അല്ലെ തിരുവനന്തപുരത്തെ മെറിഡേൻ മെറിഡേനാണോ മാരിയറ്റ് ഇത് രണ്ടും വാങ്ങാൻ ഇവർ അഡ്വാൻസും കൊടുത്തു. അപ്പോൾ എന്താണ് ഇവിടെ സാമ്പത്തിക ഇടപാടെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാം ഇടപാടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നോടൊരാൾ പറഞ്ഞു ഇതിനകത്ത് ഗോകുലം ഗോപാലന് ഇതിന് പിന്നിൽ കൈയുണ്ടെന്ന്. ഞാൻ ഗോപാലേട്ടനെ വിളിച്ച് ചോദിച്ചു, എന്താ ഗോപാലേട്ടൻ ആണയിട്ട് പറയുന്നു എനിക്കൊരു ബന്ധമില്ല. പക്ഷേ ഈ ഇന്നർ സോഴ്സ് മുഴുവൻ പറയുന്നത് ഗോകുലം ഗോപാലന് ഇതുമായി ബന്ധമുണ്ടെന്നാണ്. പുള്ളി ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു, പുള്ളി എനിക്ക് എന്നെ വിശ്വാസമില്ലേ, ഞാൻ എന്തിനാണ് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യത്തില്ലെന്നാണ് പുള്ളി ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. പക്ഷേ സുജയ പാർവതിയോട് കയറ്റിയത് ഇദ്ദേഹം എന്ന് ഉറപ്പാണ്. ഗോകുലം ഗോപാലനാണ് ഏഷ്യാനെറ്റുമായിട്ട് അല്ല 24 പ്രശ്നം ഉണ്ടായപ്പം അവിടുന്ന് സുജയ പാർവതി അവിടെ കയറ്റിയത് ഗോകുലം ഗോപാലനാണ് താനും. വളരെ കൃത്യമായിട്ട് അത് 100% ഉറപ്പാണ്, ആ കാര്യം തർക്കമില്ല. അപ്പം ഗോകുലം ഗോപാലിന് ബന്ധം ഇല്ല എന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഗോകുലം ഗോപാലൻ എന്താ ബന്ധം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പം അന്ന് തന്നെ, അതായത് 1 കൊല്ലം മുമ്പ് തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു നികേഷ് കുമാർ ഇത് വിടും. കാരണം നികേഷ് ഇത് കച്ചവടം പൂർത്തിയാക്കി കഴിഞ്ഞ് നികേഷ് ഇറങ്ങും. നല്ല ഭംഗിയെപ്പോഴും. അപ്പോൾ ഇത് പൂർത്തിയാകാൻ വേണ്ടിയാണ് നികേഷ് കുമാർ കാത്തിരുന്നത്. അപ്പോഴാണ് ഈ ലാലിയയുടെ കേസോട് വന്നു. ലാലിയയുടെ കേസ് സെറ്റിൽ ചെയ്യണം. ലാലിയയുടെ കേസ് ഒരു 1 കോടി 2 കോടി തീരുമെന്നാണ് ഈ ടീംസിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ അത് ലാലിയ ചോദിച്ചു 25 കോടിയാണ്. അവസാനം ലാലിയയ്ക്ക് 15 കോടി കൊടുത്തു എന്നാണ് ലാലിയെ ഞാൻ വിളിച്ചപ്പോൾ ലാലിയ പറഞ്ഞത്. അങ്ങനെ തീർത്തെന്ന് പറയുന്നു. പക്ഷേ ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ പേരിലല്ല ചാനൽ രജിസ്റ്റർ, അവരുടെ ഒരു ബന്ധുവിൻ്റെ പേരിലാണ്. കാരണം ഇവർക്ക് ഒരുപാട് ക്രിമിനൽ കേസുകളുണ്ട്. അപ്പം ഈ കോംപ്ലിക്കേഷൻസ് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ കച്ചവടം പൂർത്തിയായപ്പോഴാണ് നികേഷ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. നികേഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഉറപ്പില്ല, ഞാൻ മനസ്സിലാക്കുന്നത് 10 കോടി രൂപ ഈ ബാധ്യതകളെല്ലാം കഴിഞ്ഞിട്ട് കൈ കിട്ടിയതാണ്. എന്ന് വെച്ചാൽ KFCയുടെ ലോണുണ്ട്. കാരണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയതാണ്. KFCയിൽ നിന്ന് യാതൊരു ഈടുമില്ലാതെ കോടിക്കണക്കിന് രൂപ ലോൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയണത്, വേറെ ഒരുപാട് ഇതെല്ലാം ഈ ഇവർ ഏറ്റെടുത്തിട്ട് 15 കോടി ഇവർക്കും കൊടുത്തു. 10 കോടി രൂപ ലാഭമായി നികേഷിന് കിട്ടി. നികേഷ് ഇറങ്ങി. അപ്പോൾ നികേഷിനെ സംബന്ധിച്ച് 28 കൊല്ലം പത്രപ്രവർത്തനം നടത്തി ലാഭമാണ്. 10 കോടി രൂപ മിച്ച്. ബാക്കിയല്ല ഇതുവരെ സുഖമായിട്ട് വീട് സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ. വീട് സ്ഥലമല്ല 10 കോടി രൂപ. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ബിസിനസ് നിർത്തിയിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ പോലെ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരൻ ഏതാണ്ട് 10,000 കോടിയും കണ്ടിട്ടുണ്ട് കിട്ടിയായിരുന്നു. എന്തായാലും 10 കോടി പുള്ളിക്ക് കിട്ടി. അല്ല, പുള്ളി BJPയിലേക്കാണ് പോയത്. ഇത് ഇവിടെ ഇതിലേക്കാണ്. പക്ഷെ പുള്ളിക്ക് ഇത് MP ആവണമെങ്കിൽ ആ കാശ് വേണമായിരുന്നു. അപ്പോൾ ഇനിയുള്ള ചോദ്യം, അപ്പോൾ ഇതാണ് എൻ്റെ പശ്ചാത്തലം. ഇനിയുള്ള ചോദ്യം അത് രാജ്മോഹൻ പറയുന്നത്, നികേഷ് കുമാർ എന്താണ് നികേഷിൻ്റെ പ്ലാൻ, എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് കണ്ണൂരുള്ള ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് MLA ആവാനൊക്കെ ആയിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നാളെ പുരുഷ മന്ത്രിയൊക്കെ ആവാൻ്റെ വീണ ജോർജ് ആയതുപോലെ. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. കണ്ണൂരിലെ ഇപ്പം കെ സുധാകരൻ ലീഡ് ചെയ്തതുപോലും CPM ശക്തി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ തറവാട് പൊളിയുന്ന നേരത്താണ് അദ്ദേഹം കൂടെ ഇന്ന് കയറിയത് എന്നുള്ളതാണ് എൻ്റെ സത്യം. അല്ല, അതിനകത്ത് CPM പാർട്ടി അതായത് എന്ത് സംഭവിച്ചാലും CPM ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ധർമ്മടം, തളിപ്പറമ്പ്, കൂത്തുപറമ്പ്. തളിപ്പറമ്പ് ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നു. തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, ധർമ്മടം, മട്ടന്നൂർ. അപ്പോൾ അത്തരം മണ്ഡലങ്ങളിൽ പയ്യന്നൂർ, അത്തരം മണ്ഡലങ്ങൾ കൊടുക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. കാരണം അത് ഹാർഡ് കോർ പാർട്ടി കേഡറുകൾക്കുള്ള സീറ്റാണ്. അത് കൊടുക്കുമോ? അത് കൊടുത്താൽ ഉറപ്പായിട്ടും ജയിക്കും. പക്ഷെ അത് കൊടുക്കാൻ കണ്ണൂരിലെ രാഷ്ട്രീയം സമ്മതിക്കുമോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. നിലവിലെ സ്ഥിതി അനുസരിച്ച് പിണറായി വിജയൻ ഇപ്പം പണ്ടത്തെ ഒരു പവർ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നു. സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ ആരാണെന്ന് നോക്കണം പാർട്ടിയിൽ. നികേഷിൻ്റെ ഇപ്പം പിണറായി അല്ലെന്ന് കേൾക്കുന്നു. പിണറായി അല്ല എന്ന് തോന്നുന്നു. പിണറായി അല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പുള്ളിക്കാരനെ എല്ലാവരുമായിട്ടും ഒരു അടുപ്പത്തിലാണല്ലോ നികേഷ്. ഞാൻ പറഞ്ഞ നികേഷ് ഒരു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മിടുക്കനുമാണ്, ഒരു സ്നേഹമുള്ള മനുഷ്യനാണ്. അതൊക്കെ പറയുമ്പോഴും നികേഷിൻ്റെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചു. തീർച്ചയായും. അപ്പം അങ്ങനെ CPM അങ്ങനെ അവരുടെ ഒരു കേഡർ സീറ്റ് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇപ്പം വീണ ജോർജ് ആറന്മുള മത്സരിച്ച് ജയിച്ചതാണ്. അത് CPM ഒരു കേഡർ സീറ്റ് ആയിരുന്നില്ല. അല്ല, പണ്ട് കോൺഗ്രസ് പണ്ടെന്നല്ല, സ്ഥിരം കോൺഗ്രസിന്റെ സീറ്റ്. പിന്നെ അവന്മാർ അടിപിടി കാരണമാണ് KK ശ്രീനിവാസൻ, മാലത്ത് സാർ, അതൊക്കെ പണ്ട് എല്ലാവരും ജയിച്ചാണ്. ഒടുവിൽ ശിവദാസൻ എല്ലാവരും ജയിച്ചതായിരുന്നു. അപ്പം അങ്ങനെ ഒരു സീറ്റ് അല്ല കണ്ണൂരിലുള്ള ഈ മറ്റ് പാർട്ടിക്കാരുടെ. അപ്പം അത് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. പിന്നെ പേരാവൂരും ഇരിക്കൂറൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. UDFിന്റെ കോട്ടകളാണ് ജയിക്കുള്ളൂ. അപ്പം ഇനി പാലക്കാട് മത്സരിക്കാനാണോ പ്ലാൻ? അങ്ങനെ ചോദിച്ചു. പാലക്കാട് ഒഴിവ് വരുവാണ്.
പാലക്കാട് എളുപ്പമാവില്ല. കാരണം പാലക്കാട് നമ്മളതിനിപ്പം കണ്ടതാണല്ലോ. മാത്രമല്ല ഷാഫി പറമ്പിൽ ഇപ്പോൾ ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയാൽ പോലും ഷാഫിക്ക് ഇപ്പോൾ അവിടെ നിർണായക സ്വാധീനമുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ. കോൺഗ്രസിന് അവിടെ ശക്തമായ അടിത്തറ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആരെ സ്ഥാനാർത്ഥി എന്നുള്ള പ്രധാനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഓക്കെ, ആ. വി ടി ബലറാമിന് ഹിന്ദു വോട്ട് കിട്ടൂല. കാരണം ബലറാം ഒരു അറിയപ്പെടുന്ന ഹിന്ദു വിരുദ്ധനാണ്. അതെ അതെ അതെ. അപ്പോൾ ഹിന്ദു വോട്ട് നിർണായകമാണ് പാലക്കാട്. തീർച്ചയായും. അപ്പം അങ്ങനെ വരുമ്പോൾ പരീക്ഷണത്തിന് വേണ്ടി നികേഷിനെ ഇറക്കിയാൽ ഒരുപക്ഷെ ഈ അഗ്രഹാരത്തിലൊക്കെ നികേഷിനോട് ഇഷ്ടമുള്ളവർ കാണാൻ, നികേഷിന് ഇഷ്ടമുള്ള ആളുകളുണ്ട്. രാഷ്ട്രീയം പറയുന്ന വിഡ്ഢിത്തമാണെങ്കിലും അത് ശരിയാണ്, ടി വി കാണുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ. അപ്പം ആ പരീക്ഷണമെന്ന് അറിയില്ല. പിന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് അയാളെ സഹപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. അതെ, ജില്ലാ കമ്മിറ്റി അംഗമാകുന്നതിന് അത്ഭുതമൊന്നുമില്ല, പക്ഷെ ജില്ലാ കമ്മിറ്റി ആകുന്നതിന് പ്രയോജനമുണ്ടോ എന്നുള്ള കാര്യമുണ്ട്. ഇനി ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ ഭാവി എന്താണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? അതൊരു വളരെ വലിയൊരു ചോദ്യമാണ്. നികേഷ് അവിടെ ചെല്ലുമ്പോൾ ആ പാർട്ടി അവിടെ ഉണ്ടാവുമോ? കാരണം CPM നേരിടുന്ന പ്രതിസന്ധി നമ്മളിപ്പോൾ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് വലിയ തിരിച്ചടി CPM-ന് കിട്ടുന്ന. പക്ഷെ അത് CPM-നെതിരെയുള്ള ഒരു വോട്ടിംഗ് ആയിരുന്നില്ല. അത് തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗം ആയിരുന്നു. കോൺഗ്രസ് പ്രധാനമന്ത്രി വരും എന്നെല്ലാവരും കരുതി വിശ്വാസമായിരുന്നു. 2024 സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. കോൺഗ്രസ് വരും എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അതെ, തീർച്ചയായും മോദി തന്നെ വരുമെന്നായിരുന്നു എല്ലാവരും തോന്നൽ. എന്ന് മാത്രമല്ല അന്നത്തെ ഒരു തരംഗം ഒരിടത്തുമില്ല. ഈ ഒരു തോൽവി 2019 പോലുള്ള സാഹചര്യത്തിൽ നേരെ പറഞ്ഞ് ജനവിരുദ്ധ നയങ്ങളുടെ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കയറിയത്. അതെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തീയ ഈഴവ വോട്ട് CPM-ന്റെ കുത്തകയായിരുന്നു, ആണ്. അത് നഷ്ടപ്പെട്ടു തുടങ്ങി. ഉറപ്പാണല്ലോ. അത് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ BJP-ക്ക് ആദ്യം പിന്തുണ പ്രഖ്യാപിച്ച് മകനെ ചുമതലപ്പെടുത്തിയെങ്കിലും വെള്ളാപ്പള്ളി CPM-നൊപ്പം തന്നെ നിന്ന് അങ്ങേരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. ഒപ്പം അയക്ക് മനസ്സിലായിരുന്നു അങ്ങനെ എന്നാ പറഞ്ഞാൽ SNDP-ക്കാരും CPM വിട്ടു പോകത്തില്ലെന്ന്. അതെ. പക്ഷെ ഇപ്പം വെള്ളാപ്പള്ളി ടോൺ മാറ്റി. കാരണം വെള്ളാപ്പള്ളിക്ക് പിടികിട്ടി ഈഴവ കമ്മ്യൂണിറ്റി CPM വിടുകയാണെന്ന് പിടികിട്ടി. ഇതിനേക്കാൾ ശക്തമായ അടിയൊഴുക്കാണ് തീയ കമ്മ്യൂണിറ്റി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ധർമ്മടത്ത് സുധാകരന് ഭൂരിപക്ഷം കിട്ടുന്നത്. അപ്പോൾ ഈഴവരും തീയരും ഒരുമിച്ച് CPM-നെ കൈവിട്ടാൽ CPM-ന് ഏറ്റവും ശക്തി കേന്ദ്രം അവർ പോകും. അപ്പോൾ ഇതിനൊരു ഉദാഹരണം, പഴയ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇപ്പോൾ 77 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EMS ആലത്തൂരിൽ നിന്നാണ് മത്സരിച്ചത്. അതിൻ്റെ ഭൂരിപക്ഷം നേരെ താഴെ പോയി. പിന്നെ അദ്ദേഹം മത്സരിച്ചിട്ടില്ല ഒരിക്കലും. എനിക്ക് തോന്നുന്നു 1000 വളരെ താഴെ പോയി. അതിന് എതിർ സ്ഥാനാർത്ഥി ആയിരുന്നത് VS വിജയരാഘവനായിരുന്നു. VS വിജയരാഘവൻ അവിടുത്തെ ഒരു വളരെ പ്രമുഖമായ ഈഴ കുടുംബത്തിലുള്ള അംഗമായിരുന്നു. അപ്പോൾ അന്ന് അവർക്ക് സത്യം മനസ്സിലാക്കി, ഈ തങ്ങളുടെ വോട്ട് ബാങ്ക് അവരുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ നിന്നപ്പോൾ അങ്ങോട്ട് മാറി എന്നുള്ളത്. ആലത്തൂരിൽ 77 പിന്നെ EMS മത്സരിച്ചിട്ടില്ല അസംബ്ലിയിലെത്തിക്കും ഒരിക്കലും. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതെ, ഈ ഈഴവ തീയ വോട്ട് ബാങ്ക് CPM-ന് നഷ്ടപ്പെട്ടാൽ CPM-ന്റെ അടിത്തറ ഇളകും. ഒരു സംശയം ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു സൂചന ഇപ്പൊ കാണുന്നു. ആലപ്പുഴയിലും കണ്ടത്. ആലപ്പുഴയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞ കായംകുളത്തും ചേർത്തലയിലുമൊക്കെ ശോഭാ സുരേന്ദ്രൻ കയറിയ ലീഡ് എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ അവർക്ക് BJP-യിലേക്ക് പോകാനൊരു മടിയുമില്ല, CPM-നെ നിഷേധിക്കാനൊരു മടിയുമില്ല എന്നൊരു കണ്ടത്. മാത്രമല്ല തൃശ്ശൂർ ഈഴവ കമ്മ്യൂണിറ്റി ശക്തമാണല്ലോ. എത്ര സ്ഥലങ്ങൾ സുനിൽകുമാർ തോറ്റില്ല എന്നിട്ട്. അപ്പം ഈഴവ കമ്മ്യൂണിറ്റിക്കൊപ്പം അവർ നേരിടുന്ന പ്രതിസന്ധി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പണ്ടും CPM-നൊപ്പം ഇല്ല, പക്ഷെ അവരിങ്ങനെ ഒരു വിധത്തിൽ ചേർത്ത് നിർത്തിയിരുന്നു. പക്ഷെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കടുത്ത CPM വിരോധം ഉണ്ടായി, കടുത്ത പിണറായി വിരോധം. ഇപ്പം അതിലൊരു നിർണായക കാരണം എന്നെ വേട്ടയാടിയതാണ്, മറുനാടനെ വേട്ടയാടി. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എന്നോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, ആലപ്പുഴയിൽ പലയിടങ്ങളിലും പ്രചരണത്തിന് പോകുമ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻ അമ്മമാർ പറയുന്നു പറഞ്ഞു, ഞങ്ങളുടെ ഷാജമ്മോനൊപ്പം നിന്നതുകൊണ്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഓട്ടം. അങ്ങനെ പറയുന്നത് സത്യമാണത്. അതായത് ഹിന്ദു ഭക്തർക്കിടയിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ജനറലും എന്നോടൊരു ഇഷ്ടമുണ്ട്. അതെ, എന്നെ നിശബ്ദനാക്കാനും ഇല്ലാതാക്കാനും CPM നടത്തിയ ശ്രമം വാസ്തവത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വലിയ, മാത്രം ഹിന്ദു ഭക്തർക്കിടയിലും ക്രിസ്ത്യൻ മൊത്തത്തെ ജനറൽ കമ്മ്യൂണിറ്റിക്കിടയിലും വലിയൊരു എതിർപ്പ് CPM-ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഫലപ്രദമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഈ നമ്മുടെ നികേഷ് കുമാറിൻ്റെ പോക്ക് വെറുതെ ആവും. വന്നു കയറിയത് കഷ്ടകാലത്താണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CPM-ന്റെ കാരണം BJP അതിശക്തമാവുകയാണ്. ഇപ്പം സുരേഷ് ഗോപി ഇന്ന് കണ്ടില്ല. സുരേഷ് ഗോപി എൻ്റെ ഒരു സുഹൃത്ത്, വടക്കൻ, നമുക്ക് വടക്കൻ അറിയാമല്ലോ, പെട്രോൾ. അതെ, ആ വടക്കൻ ഇടപെട്ടിട്ട് വടക്കനെ പോലത്തെ ആളങ്ങനെ എഴുതുകയാണ്, പെട്രോളിൻ്റെ മായം കലർത്തിയ നടപടി ഉണ്ടായതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി അതിശക്തമായ ഇടപെടൽ നടത്തി കയറുന്നുണ്ട്. സുരേഷ് ഗോപി ഇങ്ങനെ പോയാൽ
ഇപ്പോൾ 74,000 ഭൂരിപക്ഷം നടത്താൻ 2 ലക്ഷം ഭൂരിപക്ഷം. ഇത്തവണ സഹമന്ത്രി എന്നൊരാൾ ക്യാബിനറ്റ് ജോർജ് കുര്യൻ പോലും നാളെ കേരളത്തിൽ ജയിച്ചുകൂടായില്ല. അങ്ങനെ അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷം CPM വലിയ ദോഷം ഉണ്ടാക്കും. അപ്പോൾ CPM ഉണ്ടാവണമെന്നില്ല. നികേഷ് CPMലേക്ക് പോകുമ്പോൾ കൂട്ടത്തോടെ CPMകാരെല്ലാം BJPയിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ പോയി തുടങ്ങുന്നതിൻ്റെ കാലത്തായിരിക്കും. വേറൊരു കാര്യമാണ് ഞാൻ പറയാം. ഞാൻ സോഷ്യൽ മീഡിയയിലെ പാറ്റേൺ കൃത്യമായി നോക്കുന്ന ആളാണ്. കഴിഞ്ഞ ഒരു 5-6 വർഷം എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് എന്നെക്കുറിച്ച് വൃത്തികേടൊക്കെ പറയുന്ന ആളുകൾ 99.9% മുസ്ലിം നാമധാരികളായ സഖാക്കളായിരുന്നു. നമ്മളെടുത്ത് ഞാൻ ഈ പേജിലേക്ക് നോക്കുമ്പോൾ ഇവരൊക്കെ പിണറായിയുടെയോ അല്ലെങ്കിൽ അരിവാൾ ചുറ്റിയുടെയോ വെച്ചിരിക്കുന്നതായിരിക്കും, പക്ഷേ മുസ്ലിം നാമധാരികൾ. പക്ഷേ അപ്പം ഞാൻ ഒരു വളരെ അത്ഭുതത്തോടെ ഞാൻ നോക്കിയൊരു കാര്യം, ആ ഒരു അന്തരീക്ഷത്തിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ ഇപ്പം തെറി വിളിക്കുന്ന ഭൂരിപക്ഷം പേരും മുസ്ലിം നാമധാരികളായ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചവരാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയൊരു സാധനമാണ്. അതിൻ്റെ പശ്ചാത്തലമില്ല. നമ്മൾ കോൺഗ്രസിനെ തള്ളി പറയുന്നില്ല, രാഹുൽ ഗാന്ധി നമ്മൾ അനുകൂലിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഞാൻ ചീത്ത വിളിക്കുന്നതോ കോൺഗ്രസ് തെറി വിളിക്കുന്നുണ്ടല്ല. നേരെ പറഞ്ഞ് പിണറായി തീർന്നു എന്ന് കരുതി പിണറായി CPMന്റെ ചെങ്കോടിയുടെ തണലിൽ കഴിഞ്ഞിരുന്ന സഖാപ്പികൾ കൂട്ടത്തോടെ രാഹുൽ ഗാന്ധിയുടെ തണലിലേക്ക് മാറിയതാണ്. യഥാർത്ഥത്തിൽ എന്നെ വെറുത്തിരുന്നതും എനിക്കെതിരെ പ്രചരിച്ച് നടത്തിയിരുന്നതും സഖാക്കളായിരുന്നില്ല, അവർ മുസ്ലിമുകളും ആയിരുന്നില്ല. അവർ സുഡാപ്പികളെന്ന് നമ്മൾ വിളിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിലും ഇസ്ലാമിക മൗലികവാദത്തിലും വിശ്വസിച്ചിരുന്നവരാണ്. അവരിത്രയും കാലം പിണറായിയുടെ ചിറകിൻ കീഴിൽ ചെങ്കൊടി പിടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അവർക്ക് കോൺഗ്രസിന് 100 സീറ്റ് കിട്ടി. അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള അതോടെ ഇവന്മാർ കൂട്ടത്തോടെ. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കി എൻ്റെ നിങ്ങൾ മറ്റതെല്ലാം വിട്. മറുനാടൻ മലയാളി ഞാൻ കമൻറ്റ് നോക്കാറില്ല. എൻ്റെ വീഡിയോ ഞാൻ ചെയ്താലും കമൻറ്റ് നോക്കത്തില്ല. കാരണം നമ്മൾ അഭിപ്രായം പറയുന്നു, അഭിപ്രായ വ്യത്യാസമുള്ളവർ പറയട്ടെ. പക്ഷേ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിടുന്ന പോസ്റ്റുകൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഞാൻ അവാർഡിനെ നടത്തുന്നതിനെ കുറിച്ചായിരിക്കും ഞാൻ പോസ്റ്റ് ഇടുന്നത്, അല്ല ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയതിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഞാൻ CPMനെ ട്രോളെന്നായിരിക്കും. അപ്പം ഈ പോസ്റ്റുകളുടെ എല്ലാ അടിയും വന്നിട്ട് തെറി വിളിക്കുന്ന കുറേ മുസ്ലിം നാമധാരികളുണ്ട്. എന്തിനാണ് ഇവർ എൻ്റെ അടുത്തോട്ട് വരുന്നത്? ഞാൻ ചോദിക്കുന്ന മറുനാടൻ മലയാളി വാർത്ത വായിക്കാൻ വരുന്നത് അറിയാം. എൻ്റെ പേജിലേക്ക് ഇവർ എന്തിനാണ് വരുന്നത്? ഷാജൻ സ്കറി അവർക്ക് ഇഷ്ടമല്ല. ഈ ഇഷ്ടമില്ലാത്ത ഷാജൻ സ്കറി ആ ഇഷ്ടമുള്ളത് പറയുമ്പോൾ ഇവരെന്തിനാണ് വരുന്നത്? അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ പബ്ലിക്കിന് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓഫാക്കിയിട്ടില്ല. എന്താ വെച്ചാൽ അതൊരു ജനാധിപത്യ മര്യാദയല്ലോ. പക്ഷേ ഈ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരും. ആദ്യമൊക്കെ മറുപടി പറയായിരുന്നു. പിന്നെ ഞാൻ ഈ പറയുന്നത് എവിടെയോ പേരില്ല, ഞാൻ നോക്കും ഇവരുടെ ഒന്നും മുഖമൊന്നുമില്ല, മാർക്കൊന്നും പേരില്ലാത്തവർക്ക് ഞാനെന്താ മറുപടി കൊടുക്കും, ഞാനങ്ങ് ബ്ലോക്ക് ചെയ്ത് വിടും. പക്ഷേ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് മാർ പ്രൊഫൈലിൽ പോയി നോക്കും. അപ്പോൾ എന്നെ അപ്പോഴെല്ലാം ഞാൻ കണ്ടിരുന്ന, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാറില്ല, പ്രൊഫൈലിൽ പോയി നോക്കുമ്പോൾ കണ്ടിരുന്ന മുഴുവൻ ഒന്നെങ്കിൽ അരിവാൾ ചുറ്റി നേഷണൽ, അല്ലെങ്കിൽ പിണറായി, അല്ലെങ്കിൽ ചെങ്കോടി, ഇതൊക്കെ ആയിരുന്നു. ഇപ്പം പോകുമ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ലീഗ്, ഇതാണ്. എന്ന് വെച്ചാൽ അവന്മാർക്കും പിടികിട്ടി ഇവരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊരു വലിയ ട്വിസ്റ്റ്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രീതിപ്പെടുത്തി പ്രീണപ്പെടുത്തി സോഷ്യൽ മീഡിയ ഹൈജാക്ക് ചെയ്താണ് CPM ഒരു വശത്ത് ഈ ഒരു അടിത്തറയുണ്ട്. അത് നഷ്ടപ്പെട്ടു. അവർ നേരെ കോൺഗ്രസ് പക്ഷത്തേക്ക് മാറി. അതുപോലെ തന്നെ സഖാക്കൾ, യഥാർത്ഥ സഖാക്കൾ പടിപടിയായി BJP പക്ഷത്തേക്ക് മാറി. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ധ്രുവീകരണം എന്ന് പറയുന്നത് ഒരു വശത്ത് UDF, മറുവശത്ത് BJP എന്ന ധ്രുവീകരണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് പ്രതിഫലിക്കാൻ സാധ്യത. പശ്ചിമ ബംഗാളിൽ ഒരു ഭാഗം മമതയുടെ, ഒരു ഭാഗം BJPയിലും പോയതുപോലെ ഇരിക്കും. അതെ, CPM നേതാക്കൾ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചോദ്യം, ഈ പാവപ്പെട്ടവൻ 28 കൊല്ലം പത്രപ്രവർത്തനം നടത്തി, എന്നെക്കാൾ 2 വയസ്സ് കുറവാന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഒരു അദ്ദേഹം നിർത്തിപ്പോയെന്നാണ് പറഞ്ഞത്. അന്ന് ഇലക്ഷൻ മത്സരിക്കാൻ, അല്ല, അന്ന് 2016 അങ്ങനെ പറഞ്ഞു ഞാനിനി തിരിച്ച് രാഷ്ട്രീയ പത്രപ്രവർത്തനം ഇല്ലെന്നാണ് പറഞ്ഞത്. ആ ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ചെയ്യരുത് നിങ്ങൾ, കാരണം നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾക്കൊന്നും പ്രത്യേകം ചെയ്യാനില്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തനം നിർത്തരുതെന്ന് പറഞ്ഞ ആളുകൾ ഒരാളാണ് ഞാൻ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നികേഷ് കുമാർ നല്ല മാധ്യമ പ്രവർത്തകനാണെന്നാണ്. ഉറപ്പ്, നല്ല മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം ആ പണി അവസാനിപ്പിച്ചു പോകേണ്ട കാര്യം ഇല്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ വഴിയാധാരമാകാനാണ് സാധ്യത. കാരണം പാർട്ടിക്ക് അധികാരമില്ലാത്തപ്പോൾ പാർട്ടി ഗ്രാമങ്ങൾക്കൊന്നും പ്രസക്തിയില്ലല്ലോ. ഇല്ല. ഇത് മാത്രമല്ല, ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് MD ആയിട്ടോ അങ്ങനെ പോലെ ഒരാൾ അങ്ങനെ എന്തെങ്കിലും പദവി കിട്ടും വല്ല കാര്യമുണ്ടോ? ഒരിക്കലില്ല. മാത്രമല്ല അതൊക്കെ അവരെ പാർട്ടി കേഡറിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അല്ല, അതൊക്കെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രശാന്തിനെ, നെടുമങ്ങാട് പ്രശാന്തിനെ ദിവസം ഉണ്ടാക്കി അങ്ങനെയൊക്കെ എന്തെങ്കിലും പോസ്റ്റ്. പക്ഷെ അങ്ങനത്തെ പോസ്റ്റ് കിട്ടിയിട്ട് എന്നെ കാര്യം ഇരിക്കുന്നു, എന്നെ കാര്യം ഇരിക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് മൂഡിൽ. നമ്മളിപ്പോൾ പത്രപ്രവർത്തകനാണ്, നമ്മളൊരു 60 വയസ്സായി,
പണി നിർത്തി കഴിയുമ്പം അതിൻ്റെ പ്രസ് അക്കാദമി ചെയർമാൻ ആവുകയാണെങ്കിൽ ഒരു സുഖമുണ്ട്. അല്ലാതെ നല്ല ആക്റ്റീവായിട്ട് പത്രപ്രവർത്തനം നടത്തിക്കൊണ്ട് ഇപ്പോൾ തോമസ് ജേക്കബ് സാറ് 76 വയസ്സ് വരെ 78 വയസ്സ് വരെ മനോരമ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്നു. തോമസ് ജേക്കബ് സാറിൻ്റെ മോനെ ഞാൻ ലണ്ടനിൽ വെച്ച് കണ്ടു. അരുൺ ഫേസ്ബുക്ക് സുഹൃത്താണ്. ആണ്. 78 വയസ്സ് വരെ അദ്ദേഹമായിരുന്നു. ഇപ്പം ഒറ്റയ്ക്കാണ്, ആ കോട്ടയത്തുണ്ട്. അപ്പോൾ അത് ആ 78 വയസ്സിന് മുമ്പ് അദ്ദേഹം ഈ പണി നിർത്തി പ്രസ് അക്കാദമി ചെയർമാനായിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പം ഇത്തരത്തിൽ ഒരു പോസ്റ്റ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ആ പോസ്റ്റൊക്കെ ആണോ പുള്ളിയുടെ ആഗ്രഹം എന്നറിയില്ല. നികേഷിനെയൊക്കെ പോലെ കേരളത്തിൽ ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, കുറച്ചുകൂടെ സമയത്തിന് വെയിറ്റ് ചെയ്യായിരുന്നു. പെട്ടെന്ന് എടുത്ത് ചാടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പാലക്കാട് മത്സരിക്കാൻ പറഞ്ഞു കാണും. അല്ല പിന്നെ ഇപ്പം ധൃതി പിടിച്ച് ഇപ്പം ഇറങ്ങേണ്ട കാര്യമില്ല. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്? അല്ല, നമുക്കറിയില്ലോ, അതൊക്കെയാണല്ലോ പറയുന്നത്. പാലക്കാട് സീറ്റ് പ്രഖ്യാപനത്തിന്റെ ഭാഗമാണെങ്കിൽ തന്ത്രപരമാണ്. പക്ഷെ എന്തിന് 3-ാം സ്ഥാനത്തെത്താണോ? ഉറപ്പല്ലേ? 3-ാം സ്ഥാനത്തെത്തിയിട്ട് അദ്ദേഹം 2 തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് 3-ാം സ്ഥാനം തോറ്റുപോയിട്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. എന്തായാലും നികേഷ് കുമാർ പക്ഷെ വേറെ കാര്യമാണ്, നികേഷ് കുമാർ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലൂടെ ആ സൽപ്പേര് നഷ്ടപ്പെട്ടിരുന്നു. കാരണം പുള്ളി ഈ ഒരു പൊളിറ്റിക്സ് പുള്ളിയുടെ തലയിൽ കയറിയിട്ട് പുള്ളി ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂളേ ഇല്ല എന്നൊക്കെ പറയാൻ നമ്മുടെ റെജി ലൂക്കോസിന് പറ്റത്തില്ല. എന്ത് വിഡിത്വം വിളിച്ച് പറയുന്ന റെജി ലൂക്കോസ് പോലും പറയാൻ പറ്റില്ലല്ലോ. പണ്ട് അല്ല, അങ്ങനെയാണ് പിന്നെ ഈ കൊടുക്കുന്ന കാശ് 50 ലക്ഷം രൂപ എന്തിനു വേണ്ടി കൊണ്ടുപോയതാ? പിണറായി പുട്ടടിക്കാൻ കൊണ്ടുപോയതാണ്. അപ്പം അങ്ങനെയൊക്കെ പറയാനുള്ള ഉളുപ്പില്ലായ്മ നികേഷ് കുമാറിന് ഉണ്ടായ സ്ഥിതിക്ക് ഈ മേഖലയിൽ അദ്ദേഹം ഇനി അധികം ഒരു ആയുസ്സൊന്നും ഞാൻ കാണുന്നില്ല. അർത്ഥത്തിൽ പോയത് നന്നായി. പക്ഷെ എന്താണ് ഭാവി എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഒരു വ്യക്തതയില്ലാത്തത്. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ നികേഷിന് കുറച്ചുകൂടെ സമയം വെയിറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ വേറെ പ്രശ്നമുണ്ട്, നമ്മളിത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വിറ്റു. അത് ശരിയാണ്. അപ്പം ഈ പറയുന്ന ആൻഡോയും സഹോദരങ്ങളും പോയി ഇനിയിപ്പോൾ കാശ് വേണം. മറ്റേ ഈ പറഞ്ഞ മാതിരി ഗോകുലം ഗോപാലൻ കാശ് കൊടുപ്പ് നിർത്തിയെങ്കിൽ ഇവന്മാർക്ക് കാശ് പിരിക്കണമെങ്കിൽ നികേഷ് അവിടെ ഇരിക്കുന്നൊരു ബുദ്ധിമുട്ടാണ്. കാരണം നികേഷിൻ്റെ ആണെന്നേരം കരുതൂ. അതിപ്പോഴും പലരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം നികേഷ് ഇറങ്ങിപ്പോയാൽ മാത്രമേ ആൻഡ്രോയ്ക്ക് ആളുകൾ കാശ് കൊടുക്കൂ. മാത്രമല്ല 2 എഡിറ്റഡ് ആവശ്യമില്ല. അരുൺകുമാറിനെ എഡിറ്ററായിട്ട് എടുത്താണ്. നികേഷ് ഇപ്പോൾ പോകുമെന്ന് കരുതി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നികേഷിനെ ഇറങ്ങിപ്പോയാൽ മതിയാവും. കാരണം ഞാൻ എൻ്റെ ഒരു സ്ഥാപനം ഒരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോയതാണ്. എന്തായാലും നികേഷ് മിടുക്കനായ ഒരു മാധ്യമപ്രവർത്തകനാണ്. CPM പോലൊരു പാർട്ടി പോയിട്ട് നികേഷ് എന്തു ചെയ്യും എന്നറിയാൻ കേരള ജനതയ്ക്ക് താല്പര്യമുണ്ട്. നികേഷിനോട് താല്പര്യമുള്ളവരും നികേഷിന് അന്ധമായ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തവരാണ്. പോയി വരൂ, നന്നായി വരൂ, രക്ഷപ്പെടൂ, അല്ലേ? മന്ത്രിയാകൂ. ഇപ്പം പണ്ട് പഴയൊരു പരിചയക്കാരാണ്. ഇപ്പോഴത്തെ ഞാനിപ്പോൾ പലരോടും പറയാറുള്ള മാതിരി കണ്ടാൻ മിണ്ടത്തില്ലെങ്കിലും വീണയും ഞാനും പണ്ടേ പരിചയക്കാരാണ്. മന്ത്രിസഭയിൽ എനിക്ക് അടുപ്പമുണ്ടായിരുന്ന ആളാണെന്ന് പറയാമല്ലോ നമുക്ക്. ആ സമയം പ്രസാദും റോഷിയും 2 പേരും എനിക്ക് പരിചയം. അവർ ഇപ്പോഴും എന്നോട് സൗഹൃദമുണ്ട്. പക്ഷെ വീണ മന്ത്രിയായതിനു ശേഷം ഫോൺ പോലും എടുത്തിട്ടില്ല. ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല, ഒരു തവണ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഴയ നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു സുഹൃത്ത്, നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട മാധ്യമപ്രവർത്തകർ ഒരാൾ മന്ത്രിയാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി.